ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജനത്തിൽ ഇന്ന് അന്തിമ ധാരണയുണ്ടായേക്കും. ചർച്ചകളിലെ ധാരണകളിൽ അന്തിമ തീരുമാനമെടുക്കാനായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ, NCP അധ്യക്ഷൻ ശരത് പവാർ എന്നിവരുമായി ചർച്ച നടത്തും. സോണിയാഗാന്ധിയുമായും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ഇപ്പോൾ PJ അരുൺ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അരുൺ, അതായത് ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങൾ ചേരുന്നു, സീറ്റ് ചർച്ചകളടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വേഗത്തിൽ കടക്കുകയാണോ? അതിൽ തന്നെ മഹാരാഷ്ട്രയിൽ ഒരു ഏകദേശ ധാരണയിലേക്ക് പാർട്ടികൾ തമ്മിൽ എത്തിയോ? മനു, ഇക്കാര്യത്തിൽ തീർച്ചയായും ഒരു സമവായത്തിലൂടെയുള്ള നീക്കം തന്നെയാണ് ഇന്ത്യ മുന്നണി മൊത്തത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണി ഈ സീറ്റ് വിഭജനത്തിലെ വിഷയം പരിഹരിക്കാനായി മുതിർന്ന നേതാക്കളുടെ ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട്. ശരത് പവാർ, ഉദ്ധവ് താക്കറെ എന്നിവരുമായി സോണിയാഗാന്ധി നേരിട്ട് സംസാരിക്കും. അടുത്ത ആഴ്ച പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും വാദങ്ങളും പരിപൂർണമായി പരിഹരിക്കാവുന്ന കണക്കൂട്ടലിലാണ് സഖ്യം നിലനിൽക്കുന്നത്. ഈ ശിവസേന, NCP എന്നീ പാർട്ടികളും കോൺഗ്രസുമായുള്ള ചർച്ചകളാണ് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിൽ എത്തുന്നുണ്ട്. അദ്ദേഹം ഈ നേതാക്കളുമായി ചർച്ച നടത്തും. BJPയോടൊപ്പം നിന്നപ്പോൾ ലഭിച്ച സീറ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഉദ്ധവ് പക്ഷത്തെ ശിവസേന കൂടുതൽ സീറ്റ് ഇന്ത്യ മുന്നണിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ദക്ഷിണ മുമ്പ് ശിവസേനയുടെ സിറ്റിംഗ് സീറ്റ് ആയതിനാൽ ഉദ്ധവിന് വിട്ടുകൊടുക്കും. 4 തവണ ഇവിടെ മത്സരിക്കുകയും തുടർച്ചയായി 2 തോൽക്കുകയും ചെയ്ത മിലിന്ദ് ദേവ്ര ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവകാശവാദവും ഉന്നയിച്ച സാഹചര്യത്തിലാണ്, ആ സീറ്റ് ലഭ്യത ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ശിവസേനയോടൊപ്പം ചേർന്നത്. 1 ലക്ഷം വോട്ടുകൾക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അരവിന്ദ് സാവന്ത് മിലിന്ദ് ദേവരെ തോൽപ്പിച്ചത്. ആ ഒരു വസ്തുത നിലനിൽക്കെ തന്നെ ദേവരെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കേണ്ടതില്ല എന്നുള്ള നിലപാട് ഇന്ത്യ മുന്നണി നേതാക്കൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വസ്തുതയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഇന്നലെ ശിവസേനയിൽ ചേർന്നത്. കൂടാതെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 18-ാം തീയതി ചോദ്യം ചെയ്യും ED വിളിപ്പിച്ച സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ചർച്ചകളും വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് മുന്നണി യോഗം. മുകുൾ വാസ്നിക്കിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതിയാണ് ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. എന്തായാലും ഈ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ദില്ലിയിലെത്തി ഈ ചർച്ചകൾക്ക് വേഗം കൂട്ടും എന്ന് തന്നെയാണ് അറിയുന്നത്. രമേശ് ചെന്നിത്തല, സോണിയാഗാന്ധി ഉൾപ്പെടുന്ന ആ ഒരു സമിതി ഈ മഹാരാഷ്ട്രയിലെ നേതാക്കളുമായി, കൂടാതെ ഈ NCP, ശിവസേന ഇവരുമായി ഉള്ള ചർച്ച എന്തായാലും അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സൂചനയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. മനു.